അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഞങ്ങളിതേ ഇവിടെ ഒരു ട്രിപ്പ് പോകാൻ തുടങ്ങുകയാണ്. ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ്, വേറെ എങ്ങോട്ടുമല്ല, ഡൊമിനിക്കൻ റിപ്പബ്ലിക് എന്ന കരീബിയൻ കൺട്രിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ നമ്മൾ പോണ പ്ലേസിൻ്റെ പേരാണ് പുണ്ടക്കാന എന്ന് പറഞ്ഞിട്ട്. നമ്മളിത് ഓൺ ദ റൂട്ടാണ് എയർപോർട്ടിലേക്കുള്ള. അതിന് മുന്നേ നമുക്ക് നമ്മുടെ വണ്ടി നമ്മൾ എയർപോർട്ടിൻ്റെ അടുത്ത് പാർക്ക് ആൻഡ് ഫ്ലൈ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ പാർക്ക് ചെയ്തിട്ടാണ് പോണത്. ഇവിടുന്ന് നമുക്കൊരു ബസ് കിട്ടിയായിരുന്നു. അവർ നമ്മളെ എയർപോർട്ടിൻ്റെ അവിടം വരെ ഡ്രോപ്പ് ചെയ്യും. ഇതാണ് ആ ഒരു കുഞ്ഞു ബസ്. ഒരു ട്രാവലർ അല്ല, പക്ഷേ അതിനേക്കാളും ഇത്തിരിയോടെ വലുതായിരുന്നു. ഇത് നമ്മൾ ചെക്കിനൊക്കെ ചെയ്യുകയാണ്. അവിടെ ചെന്നിട്ട് 2 പെട്ടി നമ്മൾ കൊണ്ടായിരുന്നു. ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് നമ്മൾ അവിടെ ചെന്നിട്ട് കുറച്ച് ഫുഡൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇമിഗ്രേഷനും കഴിഞ്ഞ് ബോർഡിങ്ങിലേക്ക് പോവുകയാണ്. ചച്ചുവിനെ കൊണ്ടുപോകാനായിട്ട് നമ്മൾ ഈ ട്രിപ്പിന് വേണ്ടിയിട്ട് ഒരു സ്ട്രോളറൊക്കെ എടുത്തിട്ടാണ് പോയത്. കാരണം ഇവളല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാവുമെന്ന് വിചാരിച്ചിട്ട് അവിടുന്ന് നേരെ നമ്മൾ ബസ്സിൽ കയറിയിട്ട് നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവുകയാണ്. ഒത്തിരി ദൂരം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പോണേ എന്താ പറയുക, നമ്മൾ അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് കയറിയപ്പോൾ അവിടുന്ന് ബസ്സിൽ നമ്മൾ ഒത്തിരി പോകാനുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റോളം നമ്മൾ ട്രാവൽ ചെയ്യാനുണ്ടായിരുന്നു. ചച്ചുവിൻ്റെ ഇത് ആദ്യത്തെ ബസ് യാത്രയായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്കൊരു 10-20 മിനിറ്റോളം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അവൾക്ക് ഐപാഡൊക്കെ കൊടുത്തു, അല്ലെങ്കിൽ അവൾ ഇരിക്കില്ല. നമ്മളങ്ങനെ ഫ്ലൈറ്റ് കയറാൻ പോവുകയാണ്. നമ്മുടെ ഫ്ലൈറ്റ് സൺവിങ് ആണ്. നല്ല ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ. അത്യാവശ്യം സ്പേഷ്യസ് ഒക്കെയാണ്, ലെഗ് സ്പേസ് ഒക്കെ ഉണ്ട്, എല്ലാം നല്ലതായിരുന്നു. ചച്ചു 6-ാം മാസത്തിലാണ് ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറിയത്. ഇപ്പോഴാണ് അവൾക്ക് ശരിക്കും ഫ്ലൈറ്റ് കയറണ ആ ഒരു എക്സ്പീരിയൻസും. അപ്പോൾ അവൾ ഓരോ ഡൗട്ടൊക്കെ ചോദിക്കുകയാണ് ഫ്ലൈറ്റ് പൊങ്ങണതും. അവൾ പേടിച്ചൊന്നുമില്ല. ഫ്ലൈറ്റ് പൊങ്ങി കഴിഞ്ഞപ്പോൾ അവൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയായിരുന്നു ഫ്ലൈറ്റ് പൊങ്ങണ ആ ടൈമിൽ. ഇത് അവിടെ നിന്നുള്ളൊരു വ്യൂ ആണ്. നല്ല ജസ്റ്റ് പൊങ്ങിക്കഴിഞ്ഞപ്പോഴൊരു വ്യൂ ആയിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മുടെ എന്താ പറയുക, ടൊറൻഡോ, കിച്ചണർ ആ ഒരു ഏരിയ ആണ്. ഇത് നമ്മളവിടെ രാത്രി ഏകദേശം ഒരു 9:30 ആയപ്പോഴാണ് നമ്മൾ ലാൻഡ് ചെയ്തത്. ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പേടിച്ച്, ഈശ്വര നമ്മൾ ചെല്ലണ മഴയൊക്കെ ആയിരിക്കുമോ, നമ്മുടെ ട്രിപ്പ് 4 ദിവസത്തെ ട്രിപ്പ് മൂഞ്ചോ എന്നൊക്കെ നമ്മൾ വിചാരിച്ച് പേടിച്ചൊക്കെയാണ് പോയത്. എന്നാലും നമ്മൾ ദൈവത്തെ പ്രാർത്ഥിച്ച് പോയി, എന്തും വരട്ടെ എന്ന് വിചാരിച്ച് കണ്ട് എഴുതി വെച്ചിട്ടുണ്ട് പുണ്ടക്കാന എന്ന് പറഞ്ഞിട്ട്. സൺവിങ്ങിൻ്റെ അവിടെ പോയി നമ്മുടെ ബസ്സിൻ്റെ നമ്പറൊക്കെ ചോദിച്ച് ഇതായിരുന്നു നമ്മുടെ ബസ്. നമ്മൾ അവിടുന്ന് ബസ്സല്ല, ഒരു ട്രാവലർ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ട്രാവലറായിരുന്നു. ഈ ട്രാവലറിന് നമ്മൾ നമ്മുടെ ഹോട്ടലിലേക്ക് ഇനി അവർ നമ്മളെ ഡ്രോപ്പ് ചെയ്തിടും. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ മെയിൻ എൻട്രൻസ്. റിയൂ എന്നാണ് ഹോട്ടലിൻ്റെ പേര്. ഇതിൻ്റെ ഉള്ളിൽ, ഈ റിയൂവിൻ്റെ ഉള്ളിൽ കുറേ ഹോട്ടൽസ് ഉണ്ട്. അതിൽ ഒരു ഹോട്ടൽ റിയൂ പാലസ് പുണ്ടക്കാന എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് നമ്മൾ താമസിച്ചത്. നമ്മളിപ്പോൾ പോകാൻ പോണത് നമ്മുടെ റിയൂ പാലസ് പുണ്ടക്കാനയിലേക്കാണ് നമ്മൾ പോകാൻ പോണത്. ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ എൻട്രൻസ്. നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയായിരുന്നു ഹോട്ടൽ കാണാൻ. നമ്മൾ ഇത്രയും എക്സ്പെക്റ്റ് ചെയ്തില്ല. നമ്മൾ അത്രയും എക്സ്പെക്റ്റ് ചെയ്യാതെ പോയതുകൊണ്ടാണ് നമുക്കിത്രയും ഇമ്പാക്റ്റ് കിട്ടിയത്. നല്ല ശരിക്കും ഒരു പാലസ്. രാത്രി കാണാനാണെങ്കിലും പകൽ കാണാനാണെങ്കിലും ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. നമ്മളെ ആ ബസ് വന്നിട്ട് ഇപ്പോൾ ഇവിടെ ഡ്രോപ്പ് ചെയ്യും. എന്നിട്ട് നമ്മൾ പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇവിടെ ഇനി ചെക്ക് ഇൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ട് നമ്മളെ കൊണ്ടുപോകാനൊക്കെ ആയിട്ട്. ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ റിസപ്ഷൻ ഏരിയ എന്ന് പറഞ്ഞു. ഭയങ്കര സ്പേഷ്യസ് ആണ്, ഒത്തിരി സ്ഥലമുണ്ട്. ചെക്കിനൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ റിസപ്ഷൻ്റെ അവിടുന്ന് നമ്മുടെ റൂമിലേക്ക് ഒത്തിരി നടക്കാനുണ്ടായിരുന്നു കേട്ടോ. കുറേ നടക്കാനുണ്ടായിരുന്നു. നമ്മൾ ലിഫ്റ്റ് ആദ്യം കുറേ നടന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് ലിഫ്റ്റ് കയറി, എന്നിട്ടും കുറേ നടന്നു. നമ്മുടെ അങ്ങ് കോർണറിലായിട്ടായിരുന്നു റൂം. അപ്പോൾ നമ്മൾ വിചാരിച്ചു പണി പാളി, നമുക്കിനി പൂളിലേക്കും ഒക്കെ പോകണമെങ്കിലൊക്കെ എന്തോരം നടന്നാലാണ്. നമ്മൾ അവരോട് പറയാമെന്ന് വിചാരിച്ചു, നമുക്ക് അടുത്തൊരു റൂം തന്നെ എന്നൊക്കെ വിചാരിച്ചാണ് നമ്മുടെ മനസ്സിൽ. ഇതൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് കേട്ടോ പോണത്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ചച്ച് നമ്മുടെ റൂമൊക്കെ തുറന്നു. ഇതാണ് നമ്മുടെ റൂമിൻ്റെ എൻട്രൻസ്. ഇങ്ങനെ കയറി വരുമ്പോൾ നമ്മുടെ ബെഡ്റൂം ഉണ്ടല്ലോ, ഫസ്റ്റ് ഞാൻ പറയാം. ഇത് നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ വയ്ക്കണ സ്ഥലം. നമുക്ക് അവിടേക്കൊരു ലോക്കർ തന്നിട്ടുണ്ട്. നമുക്ക് അയൺ ചെയ്യാനുള്ള ഒരു ഇത് തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബാത്റൂം. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ്. സ്റ്റാൻഡിങ് ഷവറും എല്ലാം ഉണ്ട്.
കണ്ടോ നല്ലൊരു ബാത്റൂമായിരുന്നു. എല്ലായിടവും നല്ല ഭയങ്കര ക്ലീനായിരുന്നു കേട്ടോ. ആ നേരെ കാണുന്നതാണ് നമ്മുടെ ബെഡ്റൂം. ഇതാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ്. ഇതെന്താണ് മോനെ ഇത്? ആൽക്കഹോൾ ഡിസ്പെൻസർ. അതെ, ഇത് അവർ ഡെയിലി വന്ന് നമ്മളോട് നമ്മുടെ കതക് മുട്ടി ചോദിക്കും, ഇതൊക്കെ തീർന്നോ, വയ്ക്കണോ? ഫ്രിഡ്ജിലും ഇതേപോലെ നിറച്ച് വെച്ചിട്ടുണ്ടാവും. വലിയൊരു കണ്ണാടി ഉണ്ടായിരുന്നു. കൊച്ചും കൂടെ ഉള്ള കാരണമാണെന്ന് തോന്നുന്നു. ഇത് ശരിക്കും സോഫ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അവരത് ബെഡാക്കി നമുക്ക് ബെഡാക്കി തന്നെ തന്നു. നമുക്ക് അതേപോലെ തന്നെ ഒരു കുഞ്ഞല്ല, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബാൽക്കണി ഉണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നത് ഫുള്ള് വിശാലമായ തെങ്ങുംതോപ്പാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഡേ 2 വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.